അതിസുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. ഡൽഹി മദ്യ അഴിമതി കേസിൽ CBIക്ക് തിരിച്ചടി. അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി. ഷബന വിശദാംശങ്ങൾ നൽകും. ഷബന, രണ്ട് വരിയേ ഉള്ളൂ ആ വാർത്തയിലെങ്കിലും അങ്ങേയറ്റം ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ്. മദ്യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു കോടതി. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അരവിന്ദ് കെജ്രിവാളിനെയും അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയെയും കുറ്റവിമുക്തരാക്കിയാണ് ഡൽഹി കോടതിയുടെ ഉത്തരവ്. ഡൽഹിയിലെ പ്രത്യേക കോടതിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവിട്ടിട്ടുള്ളത്. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇരുവരെയും കുറ്റവിമുക്തരാക്കിയത്. CBIക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തൊരു CBI കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അതിൽ സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ തെളിവുകളോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ തെളിവുകളുടെ അഭാവത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും വെറുതെ വിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ED ആയിരുന്നു. ED കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് CBI ഇതിൽ അന്വേഷണം നടത്തണം എന്ന് തീരുമാനിക്കുകയും CBI കേസ് രജിസ്റ്റർ ചെയ്യുകയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇത് ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ പ്രാധാന്യമുണ്ടായിരുന്ന ഈ കേസിൽ ഇപ്പോൾ ഏതായാലും CBIക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഒരു തെളിവുകളും ഇല്ലാതെയാണ് CBI അറസ്റ്റ് ചെയ്തത്, കേസ് രജിസ്റ്റർ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. സാക്ഷിമൊഴികൾ കൃത്യമായി ഇല്ല, അതോടൊപ്പം തന്നെ തെളിവുകളില്ല. ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തെങ്കിലും അതിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ CBI പരാജയപ്പെട്ടു എന്ന് ഡൽഹിയിലെ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ഇപ്പോൾ വെറുതെ വിട്ടിട്ടുള്ളത്. പക്ഷേ EDയുടെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആദ്യം ED കേസ് രജിസ്റ്റർ ചെയ്യുകയും EDയാണ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീടായിരുന്നു CBI അന്വേഷണം നടത്തുകയും CBI പിന്നീട് കേസിൽ പ്രതിയാക്കുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്ത് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം ഇതിനിടെ അനുവദിക്കുകയും ചെയ്തു. ഇപ്പോഴേതായാലും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ നടക്കുന്ന വേളയിലാണ് അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങേയറ്റം സുപ്രധാനമായിട്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷബന നൽകുന്നത്. മദ്യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല മനീഷ് സിസോദിയയും കുറ്റവിമുക്തരായിരിക്കുന്നു. മാസങ്ങളോളമാണ് മനീഷ് സിസോദിയ ജയിലിൽ കിടന്നത്. കഴിഞ്ഞ രാഷ്ട്രീയ മാറ്റം, അവിടുത്തെ ഭരണമാറ്റം അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വലിയ തിരിച്ചടിയായിട്ട് BJPയുടെ സർക്കാർ അവിടേക്ക് വരാൻ കാരണമായത് പോലും ഈ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ഒരു തെളിവും ആ കേസിൽ ഹാജരാക്കാൻ CBIക്ക് സാധിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ രണ്ടുപേരെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. CBIയെ കുടയുകയാണ് കോടതി ചെയ്തത്. അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായിട്ട് രംഗത്ത് വന്നിട്ട് ഡൽഹിയുടെ അധികാരത്തിലേക്ക് അതിവേഗത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിനും സംഘത്തിനും അവർ തന്നെയും ഒരു അഴിമതി പാർട്ടിയായി മാറി എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് കുറ്റം പറയാൻ കാരണമായ സംഭവമായിരുന്നു മദ്യ അഴിമതി കേസ്. ആ അഴിമതി കേസ് എന്നത് വല്ലാത്തോതിൽ പ്രചരിപ്പിച്ചാണ് CBIയും EDയെയും നിരന്തരമായിട്ട് കേസുകളും മറ്റും എടുത്താണ് അവിടെ രാഷ്ട്രീയ മാറ്റമുണ്ടാകാനുള്ള സാഹചര്യം തന്നെയും വന്നത്. അരവിന്ദ് കെജ്രിവാൾ പുറത്താകാനും BJPയുടെ സർക്കാർ അവിടേക്ക് വരാനും കാരണമായതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ മദ്യ അഴിമതി കേസായിരുന്നു. ഇപ്പോൾ മദ്യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും കുറ്റവിമുക്തരാകപ്പെടുമ്പോൾ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ CBIക്ക് സാധിച്ചിട്ടില്ല എന്ന നില കോടതി വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJP വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വിധേയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല CBI ED പോലുള്ള സംവിധാനങ്ങൾ, അന്വേഷണ സംവിധാനങ്ങൾ BJPക്കും കേന്ദ്ര സർക്കാരിനും ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ ആയുധങ്ങളാണ്. അവർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ആയുധങ്ങളായിട്ട് ഇവയെ ഉപയോഗിക്കുന്നു അന്വേഷണ സംഘത്തെ എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആകെ വിമർശത്തിന് വളരെ ശക്തമായൊരു തെളിവ് കൂടെ ആവുകയാണ് എന്നുകൂടെ നമ്മൾ കാണണം. ഷബന, മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കോടതിക്ക് മുമ്പാകെ തെളിവുകളൊന്നും വന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണോ കോടതി CBIയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്? സനീഷ്, ഇതിൻ്റെ കൂടുതൽ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. ഏതായാലും കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തെളിവുകളുടെ അഭാവത്തിൽ തന്നെയാണ് ഇരുവരെയും വെറുതെ വിട്ടത് എന്നാണ്. കാരണം കോടതി കൃത്യമായി CBI വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തെളിവുമില്ലാതെയാണ് ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത്. തെളിവുകൾ ഇത്തരത്തിലില്ലാതെ കേസിൽ പ്രതി ചേർക്കുകയും പിന്നീട് ജയിലിലാക്കുകയും മാസങ്ങളോളം അല്ലെങ്കിൽ ജയിലിൽ കഴിയുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യത്തെ CBI കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നു. CBIക്ക് വലിയ വിമർശനം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഒരു
തെളിവുമില്ലാതെ എങ്ങനെയാണ് ഈ കേസ് ചാർജ് ചെയ്തത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. 2021 നവംബറിലാണ് ഡൽഹി സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് ഈ മദ്യനയം നടപ്പാക്കുന്നത്. പുതുക്കിയ മദ്യനയം അനുസരിച്ച് സർക്കാർ മദ്യവിൽപ്പനയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയും ഈ ഡൽഹിയിലെ തന്നെ 32 സോണുകളായി തിരിച്ച് 27 കടകൾ വീതം 864 ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ചു എന്നതായിരുന്നു. അതിനുശേഷം സർക്കാരിന് വലിയ രീതിയിൽ കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന ഈ പുതിയ മദ്യനയത്തിനെതിരെ വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. പിന്നീടാണ് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണം ഉയരുന്നത്. ഈ കള്ളപ്പണ ഇടപാടിൽ തുടർന്ന് ED ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ED അന്വേഷിക്കുമ്പോൾ ഇതിൽ സർക്കാരിന് വലിയ രീതിയിൽ നഷ്ടമുണ്ടായി. സ്വകാര്യ കമ്പനികൾക്ക് ഈ മദ്യം ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ അനുമതി നൽകിയതും വഴി വലിയ നഷ്ടം, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും സാമ്പത്തിക തിരിമറി നടക്കുകയും ചെയ്തു എന്നതായിരുന്നു EDയുടെ കണ്ടെത്തൽ. തുടർന്നാണ് ശരി ശബന, ഞാൻ കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം. അത് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്, അത് അങ്ങേയറ്റം പ്രാധാന്യമുള്ളത്.